നമസ്കാരം. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വൈറലായ ഒരു ഡയലോഗുണ്ട്. ആൾക്കൂട്ടത്തിൽ നഗ്നനായി നിൽക്കേണ്ടി വരുന്നവൻ മറ്റുള്ളവൻ്റെ ഉടുമുണ്ട് പറിച്ചു കൊണ്ടുപോകുന്നത് എത്രമാത്രം അപഹാസ്യമായ സംഗതിയാണ് എന്നതാണത്. ആ ഡയലോഗ് പറഞ്ഞത് മറ്റാരുമല്ല, CPIMൻ്റെ എറണാകുളത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ആയിരുന്ന KJ ഷൈൻ ടീച്ചറാണ്. സഖാവ് ഷൈൻ അധ്യാപകരുടെ സംസ്ഥാന നേതാവാണ്, ഉജ്ജ്വല വാഗ്മിയാണ്, ജനസമ്മതി ഉള്ള ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിയെ മറ്റൊരു MLAയുമായി ചേർത്ത് അപഹസിക്കുന്ന ഒരു ഇല്ലാ കഥ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലാകെ പടം വെച്ച് പേര് വെച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്നത് കൂടുതലായും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്ന് നമുക്ക് ഉറപ്പ് തോന്നുന്ന ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നാണ്. യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വന്നതെല്ലാം വെറും പരാതികളോ ഉണ്ടാക്കി കഥകളോ അല്ല, ഉണ്ടായ സംഭവങ്ങളാണ്. പരാതിക്കാരുണ്ട്. MLA KN ഉണ്ണികൃഷ്ണനെ പോലെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതമുള്ള ഒരു വ്യക്തിത്വത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, യുവജന രാഷ്ട്രീയത്തിലൂടെ, തൊഴിലാളി പ്രവർത്തനത്തിലൂടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ CPIMൻ്റെ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം എറണാകുളം നഗരത്തിൽ കാഴ്ചവെച്ച് ജനസമ്മതി നേടിയ ഒരാൾ എന്ന നിലയ്ക്കാണ് പിന്നീട് വൈപ്പിനിൽ പോയി അദ്ദേഹം മത്സരിച്ച് ജയിച്ച് MLA ആവുന്നത്. അങ്ങനെ ഒരാളെ മനഃപൂർവ്വം തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഉണ്ടാക്കി കഥയാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒന്ന്. KJ ഷൈൻ ആവട്ടെ, പറവൂരിൽ VD സതീശനെതിരെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ ഒരാളെ ഇപ്പോൾ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ അങ്ങനെ കവിട് നിരത്തി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പ്രവണതയെ ഇങ്ങനെ ഉണ്ടാക്കി കഥകളുണ്ടാക്കി ആളുകളെ, പൊതുരംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ നമുക്ക് കൂട്ടായി നേരിടുക തന്നെ വേണം. അതിന് സംഘടിത പ്രസ്ഥാനം തന്നെ മുൻകൈയെടുത്ത് ഇവരെ കൂട്ടായി ചേർത്ത് തോൽപ്പിക്കണം, നിയമ നടപടികൾക്ക് വിധേയരാക്കണം. അതുപോലെ അവഹേളിക്കപ്പെട്ടവർ കേസുമായി മുന്നോട്ട് പോവുകയും നമുക്ക് ഒരുമിച്ചൊന്നായി കൈകോർത്തു നിന്നുകൊണ്ട് ഇവർക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യാം.